എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒറോട്ടി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ 4 മണി വിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. ഇതൊക്കെ പഴയ കാലത്തെ ഒരു പലഹാരമാണ്. ഇപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്കിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒരു ലൈക്ക് തരാനും മറക്കരുത്. എന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് നല്ല മധുരം ഉള്ള ഒരു പലഹാരമാണ്. ഞാൻ ഇതിൽ പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ മുട്ട എടുക്കുന്നുണ്ട്, പിന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. കൂടെ ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ചേർക്കാം. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 400 ഗ്രാം പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഈസ്റ്റാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന മുട്ട കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യണം. ഈ മുട്ടയും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും ഒന്ന് ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ നമ്മുടെ ഈ ഒറോട്ടിക്ക് നല്ലൊരു മയം കിട്ടും. നമ്മൾ ചപ്പാത്തിക്കും ഇങ്ങനെ ചേർക്കാറുണ്ട്, പക്ഷേ ഇതിനും നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മയം കിട്ടും. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. വെള്ളത്തിന് അളവ് ഞാൻ പറയുന്നില്ല. ഓരോരുത്തർ എടുക്കുന്ന പൊടി എത്രയാണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കണം. ഇതിനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പരുവം ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ച് വേണം ഇളക്കിയെടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ ഒരുപാട് ലൂസായി പോകും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം
ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒപ്പം തന്നെ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് കൂടി നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഞാനൊരല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഞാനൊരു ദോശക്കല്ലിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ തേക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ഇതിലേക്ക് ചേർക്കണം. അതിനു മുമ്പായി ഒരല്പം വെള്ളം നമ്മുടെ അടുത്ത് വെച്ചിരിക്കണം. വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം മാവെടുത്തിട്ട് ചട്ടിയിലേക്കിടാൻ, അല്ലെങ്കിൽ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. നമുക്ക് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വലിയ റൗണ്ടും ആകൃതിയൊന്നും ആവശ്യമില്ല. കൈകൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ഷേപ്പേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതൊന്നും വേകട്ടെ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇതിന് അകവശമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇനി നമുക്കിതിന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം എണ്ണ ഇതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം. ഇത് തിരിച്ചിടുമ്പോൾ നല്ല ഫ്രൈ ആയി കിട്ടാനും നല്ലൊരു ടേസ്റ്റാണ്. എണ്ണയ്ക്കകത്ത് കിടന്ന് വേകുന്നതിന് തുല്യമാണിത്. എന്നെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലെയുള്ള പഴമയുടെ പലഹാരങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ മോൾവശമൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം എണ്ണ തടവാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ മറ്റൊരു വീഡിയോയുമായി ഇതേ സമയം ഞാൻ വരുന്നതായിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയമായി കഴിഞ്ഞാൽ ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ടും പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ടും ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.